ഡയലക്ട്രിക് ഹീറ്റിംഗ് ഈസ് എംപ്ലോയിഡ് ഇൻ ഡയലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മെയിൻലി ഇൻസുലേറ്റേഴ്സിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡയലക്ട്രിക് ഹീറ്റിംഗ്. അത് ഏതിനെ യൂസ് ചെയ്യുന്നത്? വെൽഡിംഗ് ഓഫ് സ്റ്റീൽ, അലൂമിനിയം, PVC, കാസ്റ്റ് അയൺ ആണ് കേട്ടോ. വെൽഡിംഗ് ഓഫ് PVCക്കാണ് ഡയലക്ട്രിക് ഹീറ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോട്ടർ സ്യൂട്ടബിൾ ഫോർ ക്രെയിൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന മോട്ടർ ഏതാണ്? ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഏത് മോട്ടറാണ്? DC സീരീസ് മോട്ടോഴ്സാണ് ക്രെയിൻസിനൊക്കെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം ഇലൂമിനേഷൻ റിക്വയർഡ് ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഈസ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട മിനിമം ഇലൂമിനേഷൻ വാല്യൂ പഠിച്ചു വയ്ക്കുക. 350 ലക്സ് ആണ്. ഓക്കെ, 350 ലക്സ് ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഫോളോയിങ്. ആക്യുറസി ഏറ്റവും കൂടുതൽ PMMC മൂവിങ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻസിനാണ്. ബാക്കിയുള്ളതിനേക്ക് എഫിഷ്യൻസി കൂടുതൽ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പൾസ് പെർ kWh ഈസ് 1200. The pulse rate in the meter is 20 pulses per 10 minutes. The meter reading for 1 hour is. Okay. ഒരു എനർജി മീറ്ററിൻ്റെ കേസാണ് പറയുന്നത് അല്ലേ. എനർജി മീറ്ററിൽ നമുക്കറിയാം ഒരു എനർജി മീറ്റർ കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ എനർജി മീറ്റർ കോൺസ്റ്റൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 1200 എന്ന് പറയുന്നത്. പുതിയ മീറ്റേഴ്സ് എല്ലാം പൾസസിലാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ പൾസസ് പെർ kWh ആയിട്ടാണ് അവിടെ കോൺസ്റ്റൻ്റ് വരിക. പഴയ മീറ്റേഴ്സിലെല്ലാം ഡിസ്ക് റൊട്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് എന്തെന്നാ അതിൻ്റെ ടേംസിലായിരുന്നു എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ് വരിക. ഇപ്പോൾ ഇവിടെ പൾസസ് പെർ kWh ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു എന്താണ്? 1200 ആണ്. അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് 1200 പൾസസ്. എന്തെങ്ങനെ എഴുതാം? 1200 പൾസസ് ഫോർ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 kWh. ദാറ്റ് ഈസ് 1 kWh എന്ന് പറയാം. ഇവർ പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്താ? ദ പൾസ് റേറ്റ് ഇൻ ദ മീറ്റർ ഈസ് 20 പൾസസ് പെർ 10 മിനിറ്റ്സ്. 20 പൾസസ് ഇൻ 10 മിനിറ്റ്സ് ആണ് കറൻ്റ്ലി ഉള്ള അതിൻ്റെ റേറ്റ്. അങ്ങനെയാണെങ്കിൽ 1 അവർ കഴിയുമ്പോൾ മീറ്റർ റീഡിങ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇപ്പോൾ 20 പൾസസ് ഇൻ 10 മിനിറ്റ്സ് എന്ന് പറയുന്നതിന് നമ്മൾ എന്താക്കണം? അതിനൊരു കിലോ വാട്ട് അവർ അല്ലെങ്കിൽ അവർലി യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. 20 പൾസസ് 10 മിനിറ്റിലാണെങ്കിൽ 1 അവറിലേക്ക് എങ്ങനെയായിരിക്കും? ഈ 10 മിനിറ്റ്സിനെ 1 അവർ ആക്കാൻ എന്ത് ചെയ്യണം? 10 × 6 കഴിഞ്ഞാൽ 60 മിനിറ്റ്സ് ആവും. 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 അവറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ × 6 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും × 6 ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. സോ 20 × 6 പൾസസ് എന്ന് പറയുന്നത് 10 × 6 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ആണ്. ഈ 10 × 6 എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അവർ എന്ന് എഴുതാം. അതായത് 1 അവറിൽ എത്ര പൾസസ് ഉണ്ട്? 20 × 6, അതായത് 120 പൾസസ് ഉണ്ട്. 120 പൾസസ് ഇൻ 1 അവർ. 1 അവറിൽ 120 പൾസസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എനർജി മീറ്റർ കോൺസ്റ്റൻ്റ് അനുസരിച്ച് 1200 പൾസസ് വരും ഒരു അവറിൽ വരുമ്പോഴാണ് എന്ത്? 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ആകുന്നത്. അപ്പോൾ 120 പൾസസ് വരുമ്പോൾ എത്ര യൂണിറ്റ് ആണ് എന്ന് കാണാൻ എന്ത് ചെയ്യണം? 120/1200 ചെയ്താൽ പോരെ അല്ലേ? അതിൻ്റെ ഐഡിയ മനസ്സിലാക്കുക. 1200 പൾസസ് വേണം 1 കിലോ വാട്ട് അവറിന്. 1 അവറിൽ 1200 പൾസസ്, അതാണ് 1 യൂണിറ്റ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ 120 പൾസസ് എന്ന് പറയുന്നത് 1 അവറിലുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് അവിടെ എടുത്തു എന്നറിയാൻ ഇത് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ആൻസർ എന്തെന്ന് വരും? 120 / 1200. ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെന്ന് വരും? 1/10 അല്ലെങ്കിൽ 0.1 എന്ന് വരും. 0.1 യൂണിറ്റാണ് 120 പൾസിൽ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. ഓപ്ഷൻ നോക്കുക. 0.1 kWh. 1 യൂണിറ്റ് എന്ന് പറയുന്നത് kWh ആണ്. അപ്പോൾ 0.1 kWh ആണ് ഇവിടെ ആൻസർ വരിക.